ഡൗട്ട് ചോദിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു? ഹഫ്സ മാമിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് ഒക്കെ കിട്ടിയോ? എനിക്ക് കിട്ടി. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മ ഉണ്ടോ? നമ്മൾ പകുതിക്ക് വെച്ച് നിൽക്കേണ്ടി വന്ന വൈഫൈ കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് പൊസസീവ് പ്രൊനൗൺസ്, അതായത് കിതാബുഹു, അതായത് ഒരു നാമത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന സർവനാമങ്ങൾ. കിതാബുഹു അവന്റെ ബുക്ക്, കിതാബുഹ അവളുടെ ബുക്ക്, കിതാബുക്ക നിന്റെ ബുക്ക്, കിതാബുക്കും നിങ്ങളുടെ ബുക്ക്, കിതാബുന ഞങ്ങളുടെ ബുക്ക്, കിതാബി എന്റെ ബുക്ക്. അങ്ങനെ പൊസസീവ് പ്രൊനൗൺസ് പഠിച്ചു. ഈ പൊസസീവ് പ്രൊനൗൺസ് അഥവാ ഈ സർവനാമങ്ങൾ ചേർന്ന് വരുന്ന ഈ സർവനാമങ്ങള് അബുൻ, അഹുൻ, അബുൻ പറഞ്ഞാല് ഫാദർ, അഹുൻ പറഞ്ഞാല് ബ്രദർ. ഈ രണ്ടിന്റെ കൂടെയും രണ്ട് നാമത്തിന്റെ കൂടെയും ഈ പൊസസീവ് പ്രൊനൗൺസ് ചേർന്ന് വരുമ്പോൾ അതിന്റെ കൂടെ എന്ത് വരും? എക്സ്ട്രാ വാവ് വരും. അഹൂക്ക, അബൂഹു. അബുന്ന് ആ വേർഡ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ വാവ് കഴിഞ്ഞിട്ടാണ് എന്ത് വരാം? ആ പൊസസീവ് പ്രൊനൗൺ വരാം. അതില് എല്ലാത്തിലുമല്ല അബുൻ അഹുൻ എന്നതിലാണ് മാത്രം. ആ രണ്ട് നൗണാണ് ഇപ്പൊ പഠിച്ചത്. ആ രണ്ട് നൗണിലാണ് വരാം, വേറെ ഒന്നില് എക്സ്ട്രാ വാവ് വരില്ല. അപ്പൊ ഈ പൊസസീവ് പ്രൊനൗൺസ് ചേർന്ന് വരുമ്പോ എക്സ്ട്രാ വാവ് എന്തിൽ വരും? അബുൻ അഹുൻ എന്നതിൽ ചേർന്ന് വരും, വേറെ ഒന്നിലും എക്സ്ട്രാ വാവ് ചേർന്ന് വരില്ല. പിന്നെ പഠിച്ചത് ഇന്താന്ന് പഠിച്ചു. ഇന്താന്നുള്ളത് എന്താണ്? അടുക്കൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചിരിക്കണ എന്ത്? ഇന്ത്യ. ഇന്ത്യ പറഞ്ഞാൽ ആ ഇന്തൊക്കെ കൊലം പറയാ? കേൾക്കുന്നില്ല ആർക്കും? ആ ഇന്തൊക്ക ചോദിച്ചാൽ എന്താ പറയാ? ആ ഇന്തൊക്ക നിന്റെ അടുക്കലുണ്ട്. കേൾക്കുന്നില്ല ആർക്കും? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരോ? കേൾക്കുന്നുണ്ട്. അപ്പൊ കേൾക്കുന്നുണ്ട്. ആ ഇന്തൊക്ക ചോദിച്ചാൽ എന്താ? നിന്റെ അടുക്കലുണ്ട്. അപ്പം ഇന്തൊക്കെന്റെയും ഇന്തൊക്ക എന്ന് ചോദിച്ചാൽ എന്താണ്? നിന്റെ അടുത്തുണ്ടോ? പിന്നെന്താണ്? ലീ. ലീ പറഞ്ഞാൽ ഇന്ത്യ പറഞ്ഞാൽ എന്റെ അടുക്കലുണ്ട്, ലീ പറഞ്ഞാലും എന്റെ അടുത്തുണ്ട്. അപ്പൊ അതിൽ തമ്മിൽ വ്യത്യാസം എന്താന്ന് പറഞ്ഞത്? ഇന്താന്നുള്ളത് എന്തിന്റെ കൂടെ ഉപയോഗിക്കാം? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന്റെ കൂടെ ഉപയോഗിക്കാം. ലീ എന്നത് എന്താണ്? നമ്മളെ റിലേഷൻസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റിലേഷൻസ്, നമ്മളെ ഒരു റിലേഷൻസ് പറയാൻ വേണ്ടിട്ട്. പിന്നെ നമ്മളെ ബോഡി പാർട്സിലുള്ള ഓരോന്ന് പറയാൻ വേണ്ടിട്ട്. അതായത് ലീ അൻഫുൻ എനിക്ക് മൂക്കുണ്ട്, ലീ ഐനുൻ എനിക്ക് കണ്ണുണ്ട്. അപ്പൊ ഇന്തി അൻഫ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? സെപ്പറേറ്റ് ചെയ്യാൻ വേർതിരിക്കുന്നതിന് കൂടാണ് ഇന്ത്യ ഉപയോഗിക്കാം. ലീ എന്നത് ഉപയോഗിക്കൽ എന്താണ്? നമ്മൾ ഈ ബോഡി പാർട്സ് റിലേഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ലീ ഉപയോഗിക്കുക. ആ രണ്ട് ഡിഫറൻസ് പറഞ്ഞ്. പിന്നെന്താണ്? ദഹബ എന്ന ക്രിയനെ പറ്റിയിട്ട് പറഞ്ഞു. ദഹബ എന്ന ക്രിയ എന്താണ്? പോയി എന്നാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെ ക്രിയകളാണ്? ദഹബ, ജലസ, പിന്നെന്താണ്? ഖറജ. ദഹബ പറഞ്ഞാൽ അവൻ പോയി, ഖറജ പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു, ജലസ പറഞ്ഞാൽ അവൻ ഇരുന്നു. ഇനി ഇതിന്റെ വേറെ രണ്ട് രൂപങ്ങളാണ് പഠിച്ചത്. ഒന്ന് ദഹബ്ത, അതായത് ദഹബ കഴിഞ്ഞിട്ട്
ദഹബയിലുള്ള ബാന് സുക്കൂന് കൊടുത്തിട്ട് താൻ എന്ത് കൊടുക്കും? ഫത്തഹ് കൊടുക്കും. അപ്പൊ ദഹബത്ത അതെന്താണ്? നീ പോയി. ദഹബത്ത നീ പോയി. നീ ഞാൻ പോയി എന്ന് പറയണെങ്കിലോ ഞാൻ പോയി. ഈ ദഹബ്ത എന്നുള്ളത് ഞാൻ പോയി എന്നുള്ളത് മസ്കുലിൻ ആണ്, മസ്കുലിൻ സിംഗുലർ ആണ്. ഫെമിനിന് സ്ത്രീലിംഗത്തിന് വേറെയാണ് പറയാ. ദഹബ്ത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? ഒരു സ്ത്രീലിംഗ പുല്ലിംഗത്തിനാണ് പറയാ, മസ്കുലിന്. അപ്പൊ ഇനി ഞാൻ ഇരുന്നു പറയണെങ്കിലോ ജലസ്തു, നീ ഇരുന്നു പറയണെങ്കിൽ ജലസ്ത. അപ്പൊ ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാം. പിന്നെ അടുത്തത് എന്താണ് പഠിച്ചത്? നമ്മള് പഠിച്ച് ഒരു പ്രോപ്പർ നൗണിന്റെ കൂടെ താ വന്ന് കാണില്ല, അത് ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ, എന്താ പറയാ, ഒരു പ്രോപ്പർ നൗണിന്റെ കൂടെ അവസാനം റൗണ്ട് ത, അതായത് താവും മർബൂത്ത, അത് വന്നിക്കാണെങ്കിൽ എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അതായത് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ത, അതാ ആയിഷത്തു അവസാനമുള്ള ത, അത് ചില ആണുങ്ങളെ പേരിനും ഉണ്ടാവും ഈ ത. അപ്പൊ ആ ത ഉള്ള അവസാനം ഈ ത മർബൂത്ത വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. അത് ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ, ഫീമെയിലിന്റെ നെയിം ആയിക്കോട്ടെ മെയിലിന്റെ നെയിം ആയിക്കോട്ടെ, അവസാനം ഈ താ വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീന് ഉണ്ടാവില്ല. പിന്നെന്താ പഠിച്ചത്? അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. പിന്നെ നമ്മളിവിടെ പഠിച്ച് ബിൽ ജാമിയത്തി. ഇവിടെ ബി എന്ന് വരുന്നത് ബിൽ ജാമിയത്തി അറ്റ് ദി യൂണിവേഴ്സിറ്റി. ഐ എം എ സ്റ്റുഡന്റ് അറ്റ് ദി യൂണിവേഴ്സിറ്റി. അർത്ഥം വരാം. ഇന്നും വരും അറ്റും വരും, അത് ഓരോരോ സന്ദർഭത്തിനനുസരിച്ച്. ഇവിടെ അറ്റെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഐ എം എ സ്റ്റുഡന്റ് അറ്റ് ദി യൂണിവേഴ്സിറ്റി. പിന്നെ ചോദിച്ച് ഇവിടെ മാ എന്നുള്ളതിന്റെ പേര്, മാ എന്നുള്ളതിന് എന്താ പഠിച്ചത് നമ്മള് മുമ്പ്? വാട്ട്, എന്ത്. വാട്ടെന്ന് ചോദിച്ചു. ഇനി എന്റെ അടുത്ത് ഇല്ല എന്നുള്ളതിന് എന്ത് പറയും? മാ എന്നുള്ളതിന് വാട്ട് എന്തെന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഈ മാ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അതാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മാ ഇന്തി. ഇവിടെ എവിടെ ഉള്ളത്? എന്റെ അടുത്തില്ല. കാണുന്നുണ്ടോ? അത് പിന്നെ എക്സസൈസിൽ വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറയാം. അപ്പം അതവിടെ. അപ്പൊ മാ എന്നുള്ളതിന് എന്തുണ്ട്? ഒരു നെഗറ്റീവ് മീനിങ് കൂടി ഉണ്ട്. നമ്മൾ ഫസ്റ്റിലുള്ള പഠിച്ചത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്, വാട്ട്, എന്തെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? മാ എന്ന് പറഞ്ഞാല് ഒരു നെഗറ്റീവ് ആയിട്ടും ഉപയോഗിക്കും. മാ ഇന്തി, ഐ ഡോണ്ട് ഹാവ്. മാ ഇന്തി സയ്യാറത്തുൻ, ഐ ഡോണ്ട് ഹാവ് എ കാർ. അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇന്ദക്ക സയ്യാറത്തുൻ, ഡു യു ഹാവ് എ കാർ? യാ അഹി, മൈ ബ്രദർ. അപ്പൊ എന്താണ്? ഇല്ല. മാ ഇന്തി സയ്യാറത്തുൻ, നോ ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇന്തി ദർറാജത്തുൻ, ഐ ഹാവ് എ സൈക്കിൾ. അപ്പൊ മാ എന്നുള്ളതിന് ആ മീനിങ്ങും കൂടിയും ഉണ്ട്. ഞാൻ അടുത്ത നമുക്ക് എക്സസൈസ് നോക്കല്ലേ? അപ്പം ഓരോരുത്തരും വായിച്ചോളി. വായിച്ചോളി. ഹലോ. മസ്മുക്ക. മസ്മുക്ക. അപ്പൊ ഇത് മസ്മുക്ക എന്നുള്ളത് ആരോടാ ചോദിക്കുക? ഒരു ആണിനോടാണ് ചോദിക്കുക. ഒരു ഗേളിനോട്, ഒരു സ്ത്രീനോടാണ് ചോദിക്കുന്നെങ്കിലോ? മസ്മുക്കി. ഒരു സ്ത്രീ മസ്മുക്കി. മസ്മുക്ക എന്ന് പറഞ്ഞാല് ഒരു ആണിനോടാ ചോദിക്കുക. മസ്മുക്കി എന്ന് പറഞ്ഞാല് ഒരു പെണ്ണിനോടാ ചോദിക്കുക. അപ്പൊ ഇവിടെ മസ്മുക്ക. അപ്പൊ നിങ്ങൾ എന്താ അതിന് ആൻസർ പറയാ? ഇസ്മി. അതിന്റെ ആൻസർ ഇസ്മി പേര് പറയണം. നിങ്ങളെ പേര് പറയാം. സീനത്തിന് പേര് പറയണം. അടുത്തത് രണ്ട്. അതല്ല, അതിനു മുമ്പ് ഈ സൈഡ്. എല്ലാരും വേഗം വായിക്കിട്ടോ, സമയം പോവും. ഐന അന്ത. മീൻ ഐന അൻത, നീ എവിടെ നിന്നാണ്. അപ്പൊ അതൊരു ഒരാണിനോടാ ചോദിക്കുന്നത്, അൻതാണ്. നീ പെണ്ണിനോടാ ചോദിക്കുന്നെങ്കിൽ എങ്ങനെ ചോദിക്കാം?
മിൻ ഐന അൻതി. അപ്പൊ എന്താ അതിന് ആൻസർ എന്താ പറയാ? മിൻ ഐന അൻത. അപ്പൊ ഇനി ഐന നിങ്ങൾ എന്താ ആൻസർ പറയാ? അന മിനൽ അനൽ ഹിന്ദി. ഹിന്ദി. അന അന മിനൽ മിനൽ ഹിന്ദി. അന മിനൽ ഹിന്ദി. ഞാൻ ഐ എം ഫ്രം ഇന്ത്യ. അടുത്തത് 3. മാ ലുഗത്തുക. മാ ലുഅത്തുക. അപ്പൊ എന്താണ്? ലുഗത്തുക. വാട്ട് നിന്റെ ഈസ് യുവർ ഭാഷ ലാംഗ്വേജ്? എന്താണ്? നിങ്ങളുടെ ഭാഷ നിന്റെ ഭാഷ ഏതാണ്? നിങ്ങളുടെ എന്നല്ല, നിന്റെ ഭാഷ എന്താണ്? മാ ലുഅത്തുക. നിന്റെ ഭാഷ ഏതാണ്? അപ്പൊ എന്താ പറയാ? എന്റെ ഭാഷ എന്നുള്ളതിന് എന്താ പറയാ? എന്റെ ഭാഷ. ലുഗത്തി. ലുഅത്തി. ലുഗത്തി. എന്താണ് നമ്മളെ ഭാഷ? എന്താണ്? ലുഅതി മലയാളം. മലയാളം. മലയാളമിയ. മലയാളം. മലയാളം എന്ന് പറയരുത്, അൽ മലയാളമിയ. ഇനി അല്ല. അറബി ആണെങ്കിൽ അൽ അറബിയ. ലുഅത്തി അൽ അറബിയ. ഇനി വേറെ ഉറുദു ആണെങ്കിൽ ലുഅത്തി അൽ ഉറുദിയ. ഓക്കെ. അടുത്തത് 4. ഐന അബൂക. സ്പീഡ് ബൂക്ക. അർത്ഥം എന്താണ്? വേർ ഈസ് യുവർ ഫാദർ? നിന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ എന്താണ് ആൻസർ? അബി ഫിൽ ബൈത്തി. എന്റെ ഉപ്പ. എന്റെ ഉപ്പ എന്നുള്ളതിന് എങ്ങനെ പറയാം? അബി ഫിൽ ബൈത്തി. എന്റെ ഉപ്പ എവിടാണ്? വീട്ടിലാന്ന് പറയാം. ഇനി ഇപ്പൊ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിലോ? അബി ഫിൽ ഹിന്ദി. എന്റെ ഉപ്പ എന്താണ്? ഇന്ത്യയിലാണ്. എന്റെ ഉപ്പ വീട്ടിലാണ് ഒക്കെ പറയാം. അടുത്തത് 5. ഐന ഉമ്മുക. വേർ ഈസ് യുവർ മദർ? നിന്റെ ഉമ്മ എവിടെ? അപ്പൊ എന്താ പറയാ? ഉമ്മി. ഉമ്മി ഫിൽ മത്ബഖി. മത്ബഖി. ഉമ്മി ഫിൽ മത്ബഖി. കിച്ചണില്. ഉമ്മി ഫിൽ മത്ബഖി. ഇതാണ്. എന്റെ ഉമ്മ എവിടാണ്? കിച്ചണിലാണ്. പിന്നെ നമുക്ക് സ്ഥലത്തിന്റെ പേര് പറയണമെങ്കിൽ അതും പറയാം. 6. അലക അലക. അപ്പൻ. അലക്ക അഹുൻ. നിനക്ക് അലക. ബ്രദർ ഉണ്ടോ? നിനക്ക് ബ്രദർ ഉണ്ടോ? ഒരു മിനിറ്റ്. ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഒന്ന് ഓഫ് ആക്കോ സ്ക്രീൻ ഷെയർ. ആരും സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്? ഒന്ന് ഓഫ് ചെയ്യോ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. കാണാം. കാണുന്നുണ്ടോ?
കാണാം. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. അതെ, ടെക്സ്റ്റ് ബുക്കിൽ. എനിക്ക് കാണുന്നില്ലല്ലോ. ഓക്കെ. ആ അപ്പൊ എന്താണ് എവിടെ എത്തി? അലക്ക അഹുൻ അല്ലേ പറഞ്ഞു? അതെ അലക്ക അലക്ക അഹുൻ ആണ് പറഞ്ഞത്. അലക്ക അഹുൻ. അലക്ക അലക്ക 6. അലക്ക അഹുൻ. നിനക്ക് എന്തുണ്ടോ? ഡു യു ഹാവ് എ ബ്രദർ? നിനക്ക് സഹോദരനുണ്ടോ? ഡു യു ഹാവ് എനി ബ്രദർ? നിനക്ക് എന്തുണ്ടോ? സഹോദരനുണ്ടോ? അപ്പൊ എന്താണ്? نعم അപ്പൊ അതിന്റെ ആൻസർ എന്താ? നഅം അല്ലെങ്കിൽ ലാ. എനിക്കുണ്ട്. ലീ നാം അപ്പൊ ലീ എനിക്കുണ്ട് എന്നുള്ളതിന് അഹുൻ എന്താ പറയാ? ലീ ലീ അഹുൻ വാഹിദ്. അഹു ലീ അഹുൻ അഹുൻ വാഹിദ്. എനിക്ക് എന്തുണ്ട്? ഒരു സഹോദരനുണ്ട്. അയിന ഉമ്മുക്ക. അയിന ഉമ്മുക്ക. അത് പറഞ്ഞു. പറഞ്ഞതാ. അത് പറഞ്ഞതാ ടീച്ചർ. സോറി. പറഞ്ഞതാണ് അലക്ക അലക്ക ഉഖ്തുൻ. ഉഖ്തുൻ. ഏയ് നിനക്ക് അലക്ക സഹോദരി ഉഖ്തുൻ. ഉണ്ടോ? നിനക്ക് സഹോദരി ഉണ്ടോ? ഉഖ്തുൻ പറഞ്ഞാൽ എന്താ? സഹോദരി, نعم സിസ്റ്റർ. നിനക്ക് ഒരു نعم നാം لي أخت واحد. ലീ ഉഖ്തുൻ واحدة വാഹിദുനാണോ? واحدة വാഹിദത്തുൻ. അടുത്തത് 8. വായിച്ചോളി. ഒരു ഡൗട്ട് ഉണ്ട്. ലീന്ന് എഴുതുമ്പോഴേ നമ്മള് യാ കൂട്ടി എഴുതണ? ഹലോ, ഇവിടെ വേറല്ല. ലീ പറയണേ അതൊരു വേർഡാണ്. എനിക്കുണ്ട്. വേറെ എഴുതണം. വേണമെന്നാ പറഞ്ഞത് കേട്ടില്ല, ബ്രേക്ക് ആയി പോയി. അതായത് ഇവിടെ ഡൗട്ട് ചോദിച്ചത് എന്താണ്? ലീന്ന് എഴുതുമ്പോ ലാമു യാഉ വേറെ എഴുതണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റൂല. അതെന്താണ്? ഒരുമിച്ച് എഴുതണം. നാം ലീ ഉഖ്തുൻ വാഹിദത്തുൻ. വാഹിദത്തിന് വരാൻ കാരണം എന്താണ്? വാഹിദത്തിന് വരാൻ കാരണം ഉഖ്തുനുള്ളത് എന്താണ്? ഒരു സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അങ്ങനെ വരാൻ കാരണം. അടുത്തത് 8 കേട്ടോ. അടുത്തത് 8. ഇന്ദക സയ്യാറത്തുൻ. നിനക്ക് കാറുണ്ടോ? ഡു യു ഹാവ് എ കാർ? നിന്റെ അടുത്ത് കാറുണ്ടോ? അപ്പൊ എന്താ പറയേണ്ടത്? നഅം. എന്റെ അടുത്തുണ്ട് എന്നുള്ളതിന് എന്താ പറയാ? നഅം എന്റെ അടുത്തുണ്ട്. ഇന്ദി سيارة സയ്യാറത്തുൻ. ഇനി എന്റെ അടുത്ത് കാറില്ല എന്ന് എങ്ങനെ പറയാ? ഇല്ല, എന്റെ അടുത്ത് കാറില്ല. നോ 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 നോ. ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നുള്ളതിന് എങ്ങനെ പറയാ? ലാ പറഞ്ഞാൽ നോ. ഐ ഡോണ്ട് ഹാവ് എന്താ പറയാ? മാ ഇന്ദി. ഞാൻ ഇപ്പൊ ക്ലാസ് തുടങ്ങുമ്പോ പറഞ്ഞിട്ടുള്ളൂ. മാ ഇന്ദി ليس സയ്യാറത്തുൻ. ലൈസ അല്ല, മാ ഇന്ദി. ലൈസ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. മാ ഇന്ദി സയ്യാറത്തുൻ. നോ ഐ ഡോണ്ട് ഹാവ് എ കാർ. ലാ മാ ഇന്ദി സയ്യാറത്തുൻ. നോ ഐ ഡോണ്ട് ഹാവ് എ കാർ. ഇനി എന്റെ അടുത്ത് കാർ ഉണ്ടെങ്കിലോ? നാം ഇന്ദി സയ്യാറത്തുൻ. ഇനി അടുത്ത 9ാമത്തത്. ഇന്ദക ദർറാജത്തുൻ. نعم عندي دراجة ഇന്ദി ദർറാജത്ത്. ഇന്ദി ദർറാജത്തുൻ.
ഇനി എന്റെ അടുത്ത് ദർറാജത്തിന് പറഞ്ഞ സൈക്കിള്. നിന്റെ അടുത്ത് സൈക്കിൾ ഉണ്ട്. അപ്പൊ ഇനി എന്റെ അടുത്ത് സൈക്കിൾ ഇല്ലാന്ന് എങ്ങനെ പറയാ? لا ما عندي دراجة. ലാമ ഇന്ത്യ ദർറാജത്ത് 10. عندك قلم؟ نعم نعم. ഇന്തൊക്കെ കലമുൻ. ഡു യു ഹാവ് എ പെൻ? ഇവിടെ എല്ലായിടത്തും ലീന ഉപയോഗിച്ചിക്കണോ? ഇവിടെ ഒക്കെ ലീനാണോ ഉപയോഗിച്ചത്? ഇവിടെ عندك ദർറാജത്തുൻ സയ്യാറത്തുൻ കലമുൻ എന്ന് പറഞ്ഞപ്പോ ലീന ഉപയോഗിച്ചോ? ഇല്ല. ഇന്തൊക്കെ എന്നല്ല ഉപയോഗിച്ചത്. കാരണം എന്താണ്? ഇന്തൊക്കെ എന്നുള്ളത് എന്താണ്? ഒരു വസ്തുവാണ്. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കലമുൻ സയ്യാറത്തും ദർറാജത്തിനും ഒക്കെ എന്താ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ സയ്യാറത്തിന്റെ കൂടെ ഇന്ത, കലമുൻ ഇന്ത. അടുത്തത് അപ്പൊ എന്താ വരാ? ആൻസർ എന്താ വരാ? نعم عندي ഇന്തൊക്കെ കലമുൻ. അതിന് ആൻസർ നാം നാം نعم ഇന്ത്യ കലമുൻ. قلم എന്റെ അടുത്ത് പാൻ. بن. അടുത്ത 11. عندك നിങ്ങൾക്ക് കാണുന്നില്ലേ? دفتر؟ സ്ക്രീൻ കാണുന്നില്ലേ? ഉണ്ട്. ഇന്തൊക്കെ ദഫ്തറുൻ. നിന്റെ അടുക്കൽ എന്തുണ്ടോ? നോട്ട്ബുക്കും ഉണ്ടോ? അപ്പൊ എന്താ ആൻസർ വരാം? نعم ആൻസർ عندك. എന്താ വരാ? نعم نعم عندي دفتر. നാം ഇന്ത്യ ദഫ്തർ. എന്റെ അടുത്ത് നോട്ട്ബുക്ക് ഇല്ലാന്ന് എങ്ങനെ പറയാ? لا ما عندي عندك. എന്റെ അടുത്ത് നോട്ട്ബുക്ക് ഇല്ല. لا ما ലേ എന്റെ മാ അടുത്തില്ല. ഇന്ദി. മാ ഇന്ത്യ عندي. ദഫ്തറുൻ. ഇനി അടുത്ത 12. أبوك تاجر. أبوك تاجر. അബൂക്ക താജ്റിൻ. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ അലിഫ് എന്താണ്? Question word. ഫസ്റ്റത്തെ അലിഫ് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അപ്പൊ എന്താ എന്താ വരാ? എന്താ അർത്ഥം എങ്ങനെ വരാ? നിന്റെ അബൂക്ക. നിന്റെ അപ്പൊ എന്താ വാപ്പ ആൻസർ? ആണോ? നിന്റെ അബാപ്പാണ് എന്ത്? താജുറിൻ ഒരു കച്ചവടക്കാരനാണോ അല്ലെങ്കിൽ മർച്ചന്റ് ആണോ? അപ്പൊ എന്താണ് ആൻസർ വരാ? അബൂക്ക നഅം. താജുറിൻ നിന്റെ ഉപ്പ കച്ചവടക്കാരനാണോ? നഅം. അപ്പൊ എന്താ വരാ? നഅം നഅം ക. ഹുവ ഹുവ അബൂക്ക. അബൂക്ക നഅം. താജുർ കച്ചവടക്കാരനാണെങ്കിൽ എന്താ പറയാ? കച്ചവടക്കാരൻ ആണെങ്കിൽ നാം ഹുവ താജിറു. ഇനി കച്ചവടക്കാരൻ അല്ലെങ്കിലോ? കച്ചവടക്കാരൻ അല്ലെങ്കിലോ? ലാ ലാ വരും. ലാ അല്ല. ലാ വരോന്നല്ല, അത് അങ്ങനെ തന്നെയാണ്. ലാ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ലാ അല്ല. ഹുവ എന്താണ്? കച്ചവടക്കാരനല്ല. ഇനിയിപ്പോ എഞ്ചിനീയർ ആണെങ്കിൽ എന്താ പറയാ? ഹുവ ഹുവ മുഹന്ദിസ്. മുഹന്ദിസ്. ഹുവ മുഹന്ദിസുൻ. ലാ ഹുവ മുഹദ്ദിസുൻ. ലാ ഹുവ മുഹന്ദിസുൻ. ടീച്ചർ അടുത്തത് അബി എന്താണ്? അടുത്ത ശരിക്കും ഹുവാന്ന് പറഞ്ഞോ? എന്ത്? അബി താജ് എന്ന് പറയാ ഹുവാന്ന് പറയോ അവിടെ? എന്തൊക്കെ മനസ്സിലായില്ല. അബൂക്ക താജറുൻ എന്ന് പറഞ്ഞപ്പോ നിന്റെ വാപ്പ കച്ചവടക്കാരനാണോ എന്നല്ലേ ചോദിച്ചത്? അപ്പൊ അബി അബൂക്ക എന്നാ ഹുവ എന്നാണോ അബി പറയുന്നത്? താജുരു എന്റെ ഉപ്പ കച്ചവടക്കാരനാണ്. അങ്ങനെയും പറയാം. അബി താജുറുൻ എന്റെ ഉപ്പ കച്ചവടക്കാരനാണ്. അല്ലെങ്കിൽ ഹുവ അവൻ. അത് നമുക്ക് അവിടെ സർവനാമം ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ സർവനാമം ഉപയോഗിക്കാം അവിടെ പ്രോനൗണ്. ഓക്കെ. അബി താജുറുൻ പറഞ്ഞാലും ശരിയാണ്. ഹുവ താജുറുൻ പറഞ്ഞാലും ശരിയാണ്. അപ്പൊ അവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർവനാമം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അബി എന്ന് പറയണമെങ്കിൽ പറയാം. ഓക്കെ. ഇനി അടുത്ത വായിച്ചോളി. മിൻ ഐന മുഹമ്മദ്.
മിൻ ഐന മുഹമ്മദുൻ. മുഹമ്മദ് എവിടെ നിന്നാണ്? അപ്പൊ എന്താ പറയേണ്ടത്? ഹിയ ഹുവ 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 മിനൽ هو من الهندي ഹുവ മിനൽ هو من الهندي ഹുവ മിനൽ ഹിന്ദി. അത് ശരിയാണ്. ഹുവ മിനൽ ഹിന്ദി. പിന്നെ നമുക്ക് എന്താ പറയാ? മുഹമ്മദുൻ മിനൽ. നമുക്ക് അവിടെ സർവനാമം ഉപയോഗിക്കാം. അവിടെ ഫസ്റ്റ് മുഹമ്മദുൻ ചോദിച്ചതിനോട് നമുക്ക് എന്ത് ചെയ്യാം? മിനൽ അതിന്റെ ആൻസർ പറയുമ്പോ അതിന്റെ പ്രോനൗൺ ഉപയോഗിക്കാം. അടുത്തത് 14. മാ 14. ലുഗത്തുഹു ആ. മാ ലുഅത്തുഹു. നിന്റെ ഭാഷ. നിന്റെ ഭാഷ. മാ ലുഅത്തുഹു നിന്റെ ഭാഷ അല്ല. മാ ലുഅത്തുഹു സർവനാമം നോക്കി. ആ അവന്റെ. ആ അവന്റെ. അപ്പൊ എന്താ പറയാ? മാ ലുഅത്തുഹു അവന്റെ ഭാഷ ഏതാണ്? അപ്പൊ എന്താ അവന്റെ ഭാഷ? അപ്പൊ എന്താ പറയാ? നമ്മൾ ആൻസർ പറയുമ്പോ എന്താ പറയേണ്ടത്? അവന്റെ ഭാഷ. അവന്റെ ഭാഷ എന്താണ്? ഉം. ലുഅത്തുഹു ലുഗത്തുഹു ലുഅത്തുഹു അറബിയ. ലുഅത്തുഹു അൽ അറബിയ. അവന്റെ ഭാഷ എന്താണ്? അറബിക്കാണ്. അടുത്തത് 15. ഐന അബൂഹു അയിന ഐന അബു അബുഹു. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കയറട്ടോ. എന്റെ അതിനെന്തോ സംഭവിച്ചിരിക്കണം. ആര് പോവല്ലേ? ഒരു മിനിറ്റ്. ഒരു പ്രശ്നം, എന്റെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാട്ടോ. അത് ഞാൻ ലെഫ്റ്റ് ആയിട്ട് വരാനാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഓക്കെ, ഇപ്പൊ റെഡി ആയിട്ടോ? അപ്പൊ ഇവിടെ എത്തി മാലു അത്തുഹു, അവന്റെ ഭാഷ എന്താണ്? അപ്പൊ അവന്റെ ഭാഷ എന്താണ്? ഹലോ, കേൾക്കാം. ലുഅത്തുഹു അൽ അറബിയ, അത് പറഞ്ഞു. ഉം. ഇനി അടുത്തത് 15. ഐന വായിച്ചോളി. അയിന അബൂഹു ഐന അബൂഹു, അവന്റെ ഉപ്പ എവിടെ? വ- അവന്റെ അബൂഹു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, അബുന്ന് വന്നപ്പോ അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഒരു സർവ്വനാമം ചേർന്ന് വന്നപ്പോ എന്തായി? വാവ് അവൻ വാവ്, വാവ് ഒരു എക്സ്ട്രാ വാവ് വന്നു. പക്ഷെ അത് എന്തിന്റെ കൂടെ മാത്രമേ നമ്മൾ പഠിച്ചത്? അബുൻ അഹുന്റെ കൂടെ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ബാക്കി ഒന്നിന്റെ കൂടെ അങ്ങനെ പഠിച്ചിട്ടില്ല. 2 വേർഡ്സിന്റെ കൂടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഐന അബൂഹു, അവന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ എന്താ പറയാ ആൻസർ? അബൂഹു അബൂഹു ഫിൽ മസ്ജിദി. ഫിൽ മസ്ജിദി പറയാ. സ്ഥലത്തിന്റെ പേര് പറയാ. അബൂഹു ഫിൽ കുവൈത്ത് പറയാ. അബൂഹു ഫിൽ ഹിന്ദി പറയാ. അല്ലെങ്കിൽ അവന്റെ ഉപ്പ വെച്ചത്. അപ്പൊ അവന്റെ ഉപ്പ അങ്ങനെ തന്നെ പറയണമെന്നില്ല. അപ്പൊ നമുക്ക് ആൻസർ പറയുമ്പോ എന്ത് ചെയ്യാ? അതിന്റെ പ്രോനൗൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ? ആൻസർ പറയാം. എങ്ങനെ പറയാം? ഹുവ ഫിൽ മസ്ജിദി, ഹുവ ഫിൽ കുവൈത്തി, ഹുവ ഫിൽ ഹിന്ദി. അപ്പൊ അതിന്റെ സർവനാമം ഉപയോഗിക്കാം. 16. അയിന ഉമ്മുഹു ഐന ഉമ്മുഹു, അവന്റെ ഉമ്മ എവിടെ? അപ്പൊ എന്താ പറയാ? ഐന ഉമ്മുഹു, അവന്റെ ഉമ്മ എവിടെയാ? അപ്പൊ ഉമ്മ എവിടെയാണ്? ഹിയ ഫിൽ കുവൈത്തി. ഹിയ ഫിൽ ഹിയ കുവൈത്തി. പിന്നെ ഹിയ ഫിൽ കുവൈത്തി. പിന്നെ ഉമ്മുഹു ഫിൽ കുവൈത്തി. ഫിൽ അങ്ങനെ കുവൈത്തി. പറഞ്ഞു. അടുത്ത 17. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉഷാറില്ലല്ലോ. വേറെ ആരെങ്കിലും പറയട്ടെ. ദുഹ മിൻ അയിന ടൈം പോയിട്ട് നിങ്ങൾ കേട്ടിരിക്കാതെ. മീൻ മിൻ അയിന ഹംസത്തു. മിൻ അയിന ഹംസത്തു അല്ലേ? ഹംസ എവിടെ നിന്നാണ്? ഹംസ എവിടെ നിന്നാണ്? ഞങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞോളി. മീൻ അയിന അവിടെ പറഞ്ഞു. ഈ പേര് മിൻ അയിന ഹംസത്തു ഹംസ. ഇവിടെ എന്തുകൊണ്ട് തെൻവീൻ ഇല്ലാത്തത്? എന്താണ് തെൻവീൻ ഇല്ലാത്ത? അവസാനം ഈ താ വന്നതുകൊണ്ടാണ് തെൻവീൻ ഇല്ലാത്തത്. ഹംസത്തു ഹംസത്തു ഫി സൗദി. മിനൽ ഹംസത്തു മിന സൗദിയ. ഹംസ ഇവിടുന്നാണ്? സൗദി എന്നാണ്. അപ്പൊ അത് പറയാം. പിന്നെ നമുക്ക് സർവനാമം ഉപയോഗിച്ച് പ്രോനൗൺ ഉപയോഗിച്ചിട്ട് പറയാം. ഹുവ മിനൽ ഹിന്ദി, അങ്ങനെയും പറയാം കേട്ടോ. അടുത്തത് 18. മാലുവത്തുഹു. അപ്പൊ ഇവിടെ മാലുവത്തുഹു ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നേരത്തെ മുഹമ്മദിന്റെ ഭാഷ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പൊ ആരാ ചോദിക്കുന്നത്? ഹംസന്റെ ഭാഷ ചോദിക്കുന്നത്. ഇവിടെ മീൻ അയിന ഹംസത്ത് ചോദിച്ചു. അപ്പൊ അവനെവിടുന്നാണ് നമ്മൾ പറഞ്ഞത്? അവന്റെ ഭാഷ, ഹംസന്റെ ഭാഷ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? അൽ അറബിയ. പിന്നെ 19. ഐന അബൂഹു, അവന്റെ. അപ്പൊ ഇവിടെ ആരുപ്പ ചോദിക്കുന്നത്? ഹംസന്റെ ഉപ്പാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഐന അബൂഹു, അവന്റെ ഉപ്പ എവിടാണ്? അപ്പൊ എന്താ പറയാ? അബൂഹു ഫിൽ കുവൈത്ത്. അപ്പൊ ഫി പറയാല്ലേ? അപ്പൊ നിങ്ങൾ കുവൈത്തും ഹിന്ദു മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വേറെ സ്ഥലത്തിന്റെ പേര് യാബാനി. അബൂഹു യാബാനി. യാബാനി പറഞ്ഞാൽ എന്താണ്? ജപ്പാൻ. ജപ്പാൻ. 20. അയിന 20. ഐന സൈനബു. അപ്പൊ സൈനബു ഇവിടെ എന്താണ് തെൻവീൻ ഇല്ലാത്തത്? സൈനബു എന്ന് പറയാത്ത എന്താണ്? സൈനബു എന്താണ്? ഒരു ഫീമെയിൽ പ്രോപ്പർ ആണ്. ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്തുണ്ടാവില്ല? തെൻവീന് ഉണ്ടാവില്ല. അപ്പൊ ഐന സൈനബ് എവിടെയാണ്? എവിടെ നിന്നാണ്? അപ്പൊ എന്താണ്? അപ്പൊ അതിന് ആൻസർ പറയാ.
ഹിയ ഹിയ സൈനബ് ഫിൽ എവിടെ നിന്നാണ്? ഹിയ എവിടെയാണെന്ന് എവിടെയാണ് അവൾ എങ്ങനെ പറയാ? അവൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് എങ്ങനെ പറയാ? ഹിയ അവൾ ഫിൽ ഹി മതിയില്ലേ ഹിയ ഫിൽ ഹിന്ദി അയിന ഹിയ ഹിയ ഫിൽ ഹിന്ദി എന്നിട്ടില്ലല്ലോ അപ്പൊ അയിന സൈനബു സൈനബ് എവിടെയാണ്? എവിടെ നിന്നാണെന്നല്ല കേട്ടോ ചോദിച്ചാൽ എവിടെ നിന്നാണ് ചോദിക്കണമെങ്കിൽ എന്ത് വേണം? മിന്ന് വേണം. പിന്നെ അപ്പൊ ഇവിടെ വേണം. അയിന സൈനബു എന്നാ ചോദിച്ചത്. സൈനബ് എവിടെയാണ്? സൈനബ് എവിടെയാണ് അപ്പൊ എന്താ പറയാ? ഹിയ സൈനബ് ഇന്ന സ്ഥലത്താണെന്ന് അങ്ങനെ പറയാം. ഹിയ മിനൽ ഹിന്ദി ഹിയ നോ ഹിയ ഫിൽ ഹിന്ദി ഏ ഫിൽ ഹിന്ദി നോ മിന വരും ഇങ്ങനെ വരും മിന്നൽ ഹിന്ദ് അയിന പറയുമ്പോ സൈനബിൽ നിന്നാണ്. സൈനബ് ഫിൽ ഹിന്ദി. എവിടെയാണെന്നാ ചോദിച്ചത്. ഫിൽ ഹിന്ദി സൈനബ് ഇന്ത്യയിലാണ്. ഇനി നമ്മള് പ്രോനൗൺ ഉപയോഗിച്ച് പറയുകയാണെങ്കിലോ ഹിയ ഫിൽ ഹിയ ഹിന്ദി ഫിൽ ഹിന്ദി ഹിയ ഫിൽ ഇറാഖി. അടുത്തത് 21. അയിന സോറി അയിന സൗജുഹ അയിന സൗജുഹ അയിന സൗജുഹ. അപ്പൊ ഇവിടെ ആരെ പറ്റിട്ടാ ചോദിക്കുന്നത്? സൈനബിന്റെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. ഭർത്താവ് അയിന എവിടെ? സൗജ് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് ഭർത്താവ് ഇണ സ്പൗസ് അപ്പൊ ഭാര്യ സൈനബ് ഭർത്താവ് അതിനെ കൊണ്ടാണ് ഇവിടെ ഹാനായത്. ഭർത്താവാണല്ലേ അവളുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് എവിടെയാണ്? സൗജുഹ ഫിൽ അബുദാബി ഫിൽ ദുബായ് എന്താ പറയാ? അപ്പൊ ഇവിടെ സൗജുഹ എന്നുള്ളത് ഈ പ്രോനൗൺ ആരാ സൂചിപ്പിക്കുന്നത്? സൈനബിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അയിന സൗജുഹ അവളുടെ ഭർത്താവ് എവിടെ? അപ്പൊ എന്താ ആൻസർ? അപ്പൊ ആൻസർ എങ്ങനെ പറയാ? ആൻസർ എങ്ങനെ പറയാ? സൗജുഹ. ഇവിടെ ജ അവൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? ഇവിടെ സൗജു എന്നാ പറയാ. അപ്പൊ ഇവിടെ സൗജുഹ. ഇവിടെ ജ ആവാൻ ഒരു കാരണമില്ല. അപ്പൊ അയിന സൗജുഹ അവളുടെ ഭർത്താവ് എവിടെ? അപ്പൊ എന്താ പറയാ? സൗജുഹ ഫിൽ ഇറാഖ്. സൗജുഹ ഫിൽ ഇറാഖ് പറയാ. പിന്നെന്ത് പറയാ? സർവനാമം ഉപയോഗിച്ച് പറയാ. സൗജെന്ന് പറയുമ്പോ എന്താ ഏത് പ്രോനൗണാ ഉപയോഗിക്കുക? ഹുവ. അപ്പൊ എന്താ? ഹുവ ഫിൽ ഇറാഖി. അവൻ എവിടെയാണ്? ഇറാഖിലാണ്. അടുത്തത് 22. സൗജുഹ മുദരിസുൻ സൗജുഹ മുദരിസുൻ അവളുടെ ഭർത്താവ് അതായത് സൈനബിന്റെ ഭർത്താവ് അധ്യാപകനാണോ? അധ്യാപനാണ്. ഇവിടെ ഹംസ ചോദ്യം ചോദിക്കുന്ന ഹംസ വന്ന്. അപ്പൊ എന്താണ്? അവളുടെ ഭർത്താവ് എന്താണോ? എന്താണ്? അധ്യാപകനാണോ? അപ്പൊ ആൻസർ എന്താ പറയാ? നാം ആണെങ്കിൽ നാം ഹുവ മുദരിസുൻ അല്ലെങ്കിൽ ലാ ഹുവ എന്താണ് പറയാ? എന്തെങ്കിലും ഒരു ജോബിന്റെ പേര് പറയും. വളീഫത്ത് മുഹന്ദിസുൻ മുഹന്ദിസുൻ. ലാ ഹുവ മുഹന്ദിസുൻ അല്ലെങ്കിൽ ലാ സൗജുഹ മുഹന്ദിസുൻ. ഓക്കെ. അടുത്തത് ഇവിടെ രണ്ടാമത്തെ
ഫിൽ ഫറായി ലോ നമുക്ക് ലോ വെക്കുക, നീ വെക്കുക. ഫിൽ ഫറായി ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, ബ്ലാങ്ക് ആയ സ്ഥലത്ത്. ഫീമ എലി ഫോളോയിങ്, താഴെയുള്ള ഫോളോയിങ് എന്ത് ലൊമീർ പ്രോനോണ് വെച്ച് കൊടുക്കുക. താഴെയുള്ള ഒഴിഞ്ഞിരിക്കുന്ന ബ്ലാങ്ക് ആയിരിക്കുന്ന സ്ഥലത്ത് എന്ത് വെക്കുക? ലൊമീർ പ്രോനോൺ വെച്ച് കൊടുക്കുക. ഏത് ഹൂ പറഞ്ഞാൽ എന്താ? പ്രോനോൺ പൊസസീവ് പ്രോനോൺ ആട്ടെ വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ ഹൂ അല്ല, പൊസസീവ് പ്രോനോൺ ആണ്. അപ്പൊ ഹൂ പറയുമ്പോ അവന്റെ, ഹാ എന്ന് പറയുമ്പോ അവളുടെ. അപ്പൊ ഈ രണ്ട് പൊസസീവ് പ്രോനോൺ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കൊടുക്കുക. അപ്പൊ എന്താണ്? ഹാദിഹിൽ ബിന്ദു, ഹാദിഹിൽ ബിന്ദു തോലിബത്തുൻ. അർത്ഥം എന്താണ്? സൈനബ്. അർത്ഥം പറഞ്ഞേ. ഹാദിഹിൽ ബിന്ദു തോലിബത്തുൻ, ഈ പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ്. സൈനബു. അപ്പൊ കാരണം എന്താണ്? ഇവിടെ ആരെ പേരാ ചോദിക്കുന്നത്? ഇവിടെ തോലിബത്തിന്റെ പേരാ ചോദിക്കുന്നുണ്ട്, വിദ്യാർത്ഥിനി. അപ്പൊ ഇവിടെ അപ്പൊ അടുത്ത രണ്ട് നിങ്ങൾ വായിച്ചു. മുഹമ്മദുൻ തൊബീബുൻ. അർത്ഥം എന്താണ്? മുഹമ്മദ് ഒരു ഡോക്ടർ ആകുന്നു. അപ്പൊ എന്താണ് ഇവിടെ ആരെ? ഒരു മിനിറ്റ് എന്നാ പറയുന്നത്. എന്ന് പറയരുത്. അവിടെ അംസത്തിൽ ഇതാണ് വന്നത്. അംസത്തിൽ അവിടെ ഉച്ചാരണേ പറ്റില്ല. വബനുഹു എന്ന് പറയുന്നത്. വബനുഹു പറയരുത്. വബനുഹു. അപ്പൊ ഇവിടെ വബനുഹു എന്ന് വരാൻ കാരണം എന്താണ്? ഈ ലൊമീർ വരാൻ കാരണം ഇവിടെ മുഹമ്മദിനെ പറ്റിയിട്ടാണ്. മുഹമ്മദിനെ പറ്റിയാണ് ചോദിക്കുന്നത്. മുഹമ്മദിന്റെ മകനെ പറ്റിയാണ്. മുഹമ്മദിന്റെ മകനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു മെയിൽ പ്രോനൗൺ ആണ് വരുന്നത്. അടുത്ത മൂന്ന്. ഇവിടെ താജിറുൻ കബീർ എന്താണ്? താജിറിന്റെ സിഫത്താണ് എന്ത്? കബീർ എന്നുള്ളത്. അപ്പൊ ഹാദർ റജുലു, ഈ പുരുഷൻ എന്താണ്? താജിറുൻ കബീറുൻ, വലിയ കച്ചവടക്കാരനാണ്. ഈ പുരുഷൻ അബ്ദുള്ള. അപ്പൊ ഇസ്മുഹു വരെ കാരണം എന്താണ്? ഇവിടെ ഈ പുരുഷനെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇതൊരു മെയിലാണ്, പുരുഷൻ. അപ്പൊ ഇവിടെ ഇസ്മുഹു. അടുത്ത നാല്. ഫിൽ ഉർഫത്തി. ഇവിടെ അല്ലു വേണ്ടിയില്ല. ഫിൽ ഉർഫത്തി. ആർക്കറിയാത്ത എന്നെ ചോദിക്കണം. ഇതൊക്കെ അറിയണ. ഉർഫത്ത് പറഞ്ഞ റൂം, പറഞ്ഞാൽ കിച്ചൺ. അഞ്ച്. തൊബീബത്തുൻ പറഞ്ഞാൽ ഫീമെയിൽ ഡോക്ടർ, മുമരിലത്തുൻ പറഞ്ഞാൽ നേഴ്സ്. അടുത്തത് ജമീലുഹു. അപ്പൊ ഹറജ മുഹമ്മദ് പുറപ്പെട്ടു. മിനൽ ഫസ്ലി, ക്ലാസ് റൂമിൽ നിന്ന്. അവനോടൊപ്പം ഹറജ പുറപ്പെട്ടു. മാഹു അവനോടൊപ്പം. ജമീലുഹു അവന്റെ കൂട്ടുകാരൻ പുറപ്പെട്ടു. ഇനി അടുത്ത മൂന്നാമത്തത്. ഹാത്തി ഹംസത അസ്ലത്തി. ഹാത്തി ഫോം ചെയ്യാ. ഹംസത അസ്ലത്തിൻ 5 ക്വസ്റ്റ്യൻസ്. വാജിബത്തിൻ അതിന്റെ ആൻസേഴ്സും ഉണ്ടാക്കുക. കൽ മിസാലിൽ ആദ്യ താഴെ ഉദാഹരണത്തിൽ പറയുന്ന പോലെ. അപ്പൊ ഇവിടെ ഈ ഉദാഹരണത്തിലെ ക്വസ്റ്റ്യനും ആൻസർ പോലെ എന്ത് ചെയ്യാ? 5 ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസറും ഉണ്ടാക്കുക. ഇവിടെ ഒരു ഉദാഹരണം എന്താണ്? ആ ഇന്തൊക്കെ കലമുൻ, നിന്റെ അടുത്ത് പേനും ഉണ്ടോ? അപ്പൊ എന്താ പറയണ്ടേ? നാം കലമുൻ. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഇവിടെ ഉണ്ടാക്കേണ്ടത് ഏതുപോലാണ്? പോസിറ്റീവ് ആയിട്ട് ഉണ്ടാക്കുക. അതായത് ഇവിടെ ആ ഇന്തൊക്കെ കലമുൻ, നാം ഇന്ത്യ കലമുൻ. അടുത്തത് ആ ഇന്തൊക്കെ ചെയ്യാറത്ത്, നാം ഇന്ത്യ ചെയ്യാറ്. അപ്പൊ ഈ പാറ്റേൺ എന്ത് ചെയ്യുക? ഈ 5 ക്വസ്റ്റ്യന് പോസിറ്റീവ് ആയിട്ട് ഉണ്ടാക്കാം. അത് നിങ്ങൾ ആൻസർ എഴുതുമ്പോ നോട്ട്ബുക്കിൽ എഴുതാം. ഇനി അടുത്തത്
അടുത്തത് ഇങ്ങനെ എഴുതാ ഇന്തൊക്കെ ചെയ്യാറത്ത് നിന്റെ അടുക്കൽ കാറുണ്ടോ നാം ഇന്തി ചെയ്യാറത്ത് നിന്റെ അടുക്കലും എന്താണ് ഇന്തൊക്കെ കിതാബ് നിന്റെ അടുത്ത് ബുക്ക് ഉണ്ടോ നാം ഇന്തി കിതാബ്. അപ്പൊ അങ്ങനെ ആ പാറ്റേണിൽ ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ട് എഴുതാം. അടുത്തത് നാലാമത്തത് ഹാത്തി ഹംസത അസ്ഇലത്തി 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക വാച്യബത്തിൻ ആൻസേഴ്സുകൾ മിസാലിലാക്കി താഴെ ഉദാഹരണത്തിൽ കാണുന്ന പോലെ. അപ്പൊ എന്താ ഇവിടെ എന്ത് ചെയ്യാ നെഗറ്റീവ് ആയിട്ട് ഉണ്ടാക്കുക. അപ്പൊ എന്താണ് ഇന്തൊക്കെ കലമോ നിന്റെ അടുക്കൽ പേനയുണ്ടോ നോ ഐ ഡോണ്ട് ഹാവ് എ പെൻ. അപ്പൊ എന്ത് ചെയ്യാ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഇന്തൊക്കെ ചെയ്യാറ് നിന്റെ അടുക്കൽ കാറുണ്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തുണ്ടാക്കുക ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തുണ്ടാക്കുക നെഗറ്റീവ് ആയിട്ട് ഉണ്ടാക്കുക. അതിന്റെ ക്വസ്റ്റ്യന് ആൻസർ എന്ത് ചെയ്യാ നെഗറ്റീവ് ആയിട്ട് ഉണ്ടാക്കുക. ഫസ്റ്റത്തെ പാറ്റേൺ എന്ത് ചെയ്യാ ആ ക്വസ്റ്റ്യന്റെ ആൻസർ പോസിറ്റീവ് ആയിട്ടുള്ള പാറ്റേണിൽ എഴുതാ. ഈ നാലാമത്തെ ആക്ടിവിറ്റി എന്ത് ചെയ്യാ അതിന്റെ ആൻസർ എന്ത് ചെയ്യാ നെഗറ്റീവ് പാറ്റേണിൽ എഴുതാം. ഓക്കെ മനസ്സിലായില്ലേ? അടുത്തത് തഅമ്മൽ മായലി താഴെയുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ബൈത്തുൻ പറഞ്ഞാൽ എന്താ എ ഹൗസ് ഒരു വീട്. അതിന്റെ കൂടെ പൊസസീവ് പ്രോനൗൺസ് ചേർക്കുമ്പോ എന്താണ് ബൈത്തുഹു അവന്റെ വീട്, ബൈത്തുഹ അവളുടെ വീട്, ബൈത്തുക നിന്റെ വീട്, ബൈത്തി എന്റെ വീട്. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കാം. അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി അലിഫിൽ അസ്മാ അൽ ആത്തിയത ഇലൽ മുത്തകല്ലിമി. അലിഫിൽ അസ്മാ അൽ ആത്തിയ താഴെയുള്ള നാമങ്ങൾ ചേർക്കുക ഇലൽ മുത്തകല്ലിമി. മുത്തകല്ലിമി പറഞ്ഞെന്താ മുത്തകല്ലിമി സംസാരിക്കുന്ന ആള്. അതായത് സംസാരിക്കുന്ന ആൾ എങ്ങനെയാണ് അത് നമ്മള് ഞാൻ ഞങ്ങൾ. ഇവിടെ നമ്മളിപ്പോ എന്താ പഠിച്ചത് ഞാൻ എന്നുള്ളതേ പഠിച്ചിട്ടുള്ളൂ. അതായത് സംസാരിക്കുന്ന ആള് പറയുമ്പോ എങ്ങനെ അത് വരാം എന്റെ എന്നുള്ള അർത്ഥത്തിൽ വരും. അതായത് കലമി എന്റെ. ഓക്കെ വൽ മുഹാത്തബ് കേൾക്കുന്ന ആള് കേൾക്കുന്ന ആള്. അതായത് നമ്മൾ സംഭാഷണം പറയുമ്പോ അത് കേൾക്കുന്ന ആള് അതായത് നമ്മളെ മുമ്പിൽ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോ നമ്മളെ തൊട്ട് മുമ്പിലുള്ള ആള് മുഹാത്തബ്. പിന്നെ ഓയ്ബ് പറഞ്ഞത് എന്താ വൽ ഓയ്ബ് മറഞ്ഞവൻ. ഓയ്ബ് പറഞ്ഞ അദൃശ്യം അതായത് നമ്മളെ മുന്നിലില്ല അതാണ് ഹു അവൻ അവൾ. നമ്മള് അവന് അവൾ എന്നൊക്കെ പറയണെങ്കിൽ അവൻ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ടില്ലല്ലോ പറയുന്നത്. അവന് മുമ്പിൽ ഇല്ല നമ്മളെ മുമ്പില് പ്രസന്റ് അല്ല അവിടെ മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ മറിഞ്ഞ ആള്. ഓയ്ബത്ത് പറഞ്ഞാല് മറഞ്ഞവൾ. ഓയ്ബ് പറഞ്ഞ മറഞ്ഞവൻ, ഓയ്ബത്ത് പറഞ്ഞ മറഞ്ഞവൾ. അപ്പൊ എന്താ ചെയ്യാ ഈ താഴെയുള്ള ഇസ്മുകൾ എന്ത് ചെയ്യാ മുത്തകല്ലിമിലേക്കും മുഹാത്തബിലേക്കും ഓയ്ബിലേക്കും ഓയ്ബത്തിലേക്കും എന്ത് ചെയ്യാ ചേർത്ത് എഴുതുക. കമാ ഹു മുഹല്ലവും ഫിൽ ഇസ്മിസാല് താഴെ ഉദാഹരണത്തില് കാണുന്നത് വെളിവാകിയ പോലെ. അപ്പൊ ഇവിടെ എന്താണ് കലമുൻ. ഇവിടെ ആദ്യത്തെ വേർഡ് എന്താ കലമുൻ. അപ്പൊ അത് മുഹാത്തബിലേക്ക് ചേർക്കുമ്പോ എന്താവും കലമി ഇത് എന്റെ പെണ്ണാണ്. അപ്പൊ ഇനി നമ്മൾ അഭിസംബോധന ചെയ്യും മുഹാത്തബിനോട് പറയുമ്പോഴോ ഇത് നിന്റെ പെണ്ണാകുന്നു. നീ മറഞ്ഞ ആളോട് പറയുമ്പോ ഒരു മെയിൽ ആയിട്ടുള്ള മറഞ്ഞ ആളെ പറ്റിയിട്ടാണെങ്കിൽ പറയുന്നത് ഇത് അവന്റെ പെണ്ണാകുന്നു. മറഞ്ഞ ഒരു പെണ്ണിലേക്കാണെങ്കിൽ ചേർക്കുന്നത് കലമുഹ. നീ ഇത് അടിയിലുള്ളത് പറഞ്ഞോളി കിതാബുൻ. കിതാബുഹ. ഇനി അടുത്ത സെരീർ. സെരീർ എന്ന് പറഞ്ഞാൽ എന്താ കട്ടിൽ. ഹാദാ വരണോ വരണം അവിടെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇസ്മുൻ പറഞ്ഞാൽ എന്താണ് പേര്.
ആ ഇസ്മിന്റെ മുമ്പിൽ ഇപ്പൊ നിങ്ങൾ എല്ലാരും വായിച്ചത് തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ മുണ്ടാതെ നിന്നത്. അപ്പം ഇസ്മിന്റെ മുമ്പില് മറ്റൊരു വാക്ക് വരുമ്പോ അവിടെ എന്താവും? അവിടെ ഹംസത്തുൽ വസ്ലാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ആ അലിഫിന്റെ ഉച്ചാരണം എന്ത് ചെയ്യും? അവിടെ കളയപ്പെടും. അപ്പൊ ഹാദ ഇസ്മുൻ എന്ന് പറയോ? ഹാദ ഹാദസ്മി ആ അല്ല ഹാദസ്മി. ഹാദസ്മി ആ ഹാദസ്മി ഹാദസ്മുക. ഹാദസ്മുഹ. ആ ഓക്കെ. മുന്ദീലുൻ മിന്ദീലുൻ. ഹാദാ മിന്ദീലുഹു മിന്ദീലുഹ. അടുത്തത് ഇബ്നുൻ. സയ്യാറത്തി ഓക്കെ ഓക്കെ. നോ 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 നോ. എന്താണ്? സയ്യാറത്തി സയ്യാറത്തുഹു ഹാദിഹി സയ്യാറത്തുഹ. അടുത്ത മിഫ്താഹുൻ. ഹാദാ മിഫ്താഹുഹു ഹാദാ മിഫ്താഹുഹ. അടുത്ത യദുൻ. അവിടെ ഹാദിഹിൽ വരാൻ കാരണം എന്താണ്? അവിടെ ഹാദിഹി വരാൻ കാരണം എന്താ? പേരായിട്ടുള്ളതായതുകൊണ്ട്. ഹാദിഹി അപ്പം ഇവിടെ എന്താണ്? കഴിഞ്ഞില്ല. ഇനി ആറാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ലീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ബിലോങ്ങിങ്സ്, ഒരാൾ ഉടമസ്ഥത പറയാൻ വേണ്ടിയിട്ടാണ് ലീന്ന് ഉപയോഗിക്കുക. അപ്പൊ ഈ ലീന്റെ കൂടെ, അതായത് പറയില്ലേ ലീ പറഞ്ഞാല് എന്താണ്? ലീ മുഹമ്മദിനുള്ളതാണ്. അങ്ങനെ ഒരാളുടെ ഉടമസ്ഥത പറയാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ ലീന്റെ കൂടെ ഈ പൊസസീവ് പ്രോനൗൺ ചേർന്ന് വരുമ്പോ എന്താവും? ഈ ലീക്ക് എന്താണുള്ളത്? കസറാണുള്ളത്. ഇവിടെ ഇത് ലീ ആട്ടോ. ഈ ലീ അല്ല പറയണത്. ലീ മാത്രം. യാ ഇല്ല. ലീ പറഞ്ഞാല് ലീ എന്ന് പറഞ്ഞാൽ എനിക്കും ഉണ്ടെന്നാണ്. ഇവിടെ വെറും ലീ ഉടമസ്ഥത പറയാൻ. അപ്പൊ ഈ ലീന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർന്ന് വരുമ്പോൾ ആ ലീ എന്താവും? കസറുള്ളത് എന്താവും? ലാന്നായി മാറി, ഫത്തഹായി മാറും. അതാണ് ഇവിടെ ലഹു, ലഹ, ലഹ. ഏതിനൊഴിച്ചിട്ട്? ലീക്ക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും എന്തായിരിക്കും? ഫത്തഹ ആയിരിക്കും. ലീക്ക് എന്താണ്? ഇവിടെ കസറാണ്. അതിനൊഴികെ ബാക്കി എല്ലാ പൊസസീവ് പ്രോനൗണും ചേർക്കുമ്പോ എന്താവും? അതിന്റെ കൂടെ എന്താവും? ആ ലീന്റെ കസറ് മാറിയിട്ട് എന്താവും? ഫത്തഹ ആവും. ലീ പറഞ്ഞാൽ എന്തുണ്ട്? ലീ പറഞ്ഞാൽ എനിക്കുണ്ട്. ലക്ക നിനക്കുണ്ട്. ലഹു അവനുണ്ട്. ലഹ അവൾക്കുണ്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ലീ എന്നത് ഒരാൾ ഉടമസ്ഥത പറയാം. അതിന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർക്കുമ്പോ എന്താവും? ആ ലീന്റെ കസറ് എന്തായി മാറും? ഫത്തഹ ആയി മാറും. അപ്പൊ ഇത് വായിച്ചോളി. ലീ ഉഖ്തുൻ വാഹിദത്തുൻ. അർത്ഥം അറിയാത്ത എന്നെ ചോദിക്കണം കേട്ടോ. ലീ ഉഖ്തുൻ വാഹിദത്ത് പറഞ്ഞാൽ എനിക്ക് ഒരു സഹോദരിയുണ്ട്. ലക അഹുൻ ചോദിച്ചാൽ എന്താ ചോദിക്കുക? ലക അഹുൻ. സഹോദരനാണോ? ഡു യു ഹാവ് എനി ബ്രദർ? അപ്പൊ എന്താണ്? മാലി ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. എനിക്കില്ല. എന്തില്ല? സഹോദരനില്ല. അപ്പൊ എനിക്ക് സഹോദരൻ ഉണ്ട് എന്നുള്ളതിന് എങ്ങനെ പറയാ?
വാഹിദുൻ ആണെങ്കിൽ വാഹിദുൻ മൂന്ന് أختي لها طفل صغير. സഹീറുൻ ഉഹ്തി എന്റെ സഹോദരി ലഹ അവൾക്കുണ്ട് ലഹ അവൾ തിഫ്ലുൻ കുട്ടിയുണ്ട് സഹീറുൻ ചെറിയ കുട്ടി. അപ്പൊ ഇവിടെ തിഫ്ലുൻ സഹീറുൻ എന്താണ് സിഫത്ത് കേട്ടോ. തിഫ്ലുന്റെ സിഫത്താണ് നാമവിശേഷനാണ് സഹീറുൻ ചെറിയ കുട്ടി. എന്ത് നാല് زميلي له زميلي زميلي أخ وأخت. ഇതാരാ ഉഹുന്ന് വായിച്ചത്? ആരാ ഉഹുന്ന് വായിച്ചീനോ? أخ അഹുൻ വ ഉഖ്തുൻ. ജമീലി എന്റെ കൂട്ടുകാരൻ ലഹു അവൻക്കുണ്ട്. എന്റെ കൂട്ടുകാരൻ അവൻക്കുണ്ട് അഹുൻ أخ ഒരു സഹോദരൻ. സഹോദരൻ വ ഉഖ്തുൻ ഒരു സഹോദരിയും. ഒരു സഹോദരൻ. ഇവിടെ ഒരു എന്നുള്ള അർത്ഥം ഇല്ലല്ലോ. അപ്പൊ എന്താണ് അഹുൻ വ ഉഖ്തുൻ. അപ്പൊ അവിടെ അങ്ങനെ പറയണമെന്നില്ല. അപ്പൊ ഇവിടെ അഹുന്ന് പറഞ്ഞാല് ഒന്നെന്നുള്ള അർത്ഥനാണ്. അഹുൻ ഒരു ഏകവചനാണ്. അപ്പൊ ഇവിടെ നോക്കി നമ്മൾ നേരത്തെ ഇന്ത്യന്റെയും ലീന്റെയും വ്യത്യാസം പറഞ്ഞതാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യ കിതാബുൻ എന്റെ അടുക്കൽ എന്തുണ്ട്? ഒരു ബുക്കുണ്ട്. ലീ അഹുൻ എനിക്ക് എന്തുണ്ട്? ഒരു സഹോദരനുണ്ട്. അപ്പൊ ഇവിടെ വ്യത്യാസം എന്താണ്? ഇന്ത്യ എന്താണ്? കിതാബ് എന്താണ്? ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കിതാബ് എന്നുള്ള ബുക്ക്. ഇല്ലേ? പക്ഷെ അഹുൻ എന്നുള്ളത് ഒരു റിലേഷൻ ആണ്. അത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതും അങ്ങനെ പഠിച്ച് അഹുൻ എന്നുള്ളത് എന്താണ്? ഒരു റിലേഷൻ ആണ് അവിടെ അല്ലെ? അഹുൻ എന്നുള്ളത്. അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്താണ് അവിടെ ലീന്നാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇന്ത്യ അഹുൻ എന്നൊന്നും പറയരുത്. ഇന്ത്യ അഹുൻ ഇന്ത്യ ഫമുൻ എന്ന് പറയരുത്. അവിടെ എന്താണ് ലീ ആണ് ഉപയോഗിക്കേണ്ടത്. റിലേഷൻസ് പറയുമ്പോൾ നമ്മളെ ബോഡി പാർട്സ് ഒക്കെ പറയുമ്പോൾ എന്താണ് അവിടെ ലീ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് അടുത്ത എന്റെ ഉപയോഗമാണ് പറയുന്നത്. അപ്പൊ എന്താണ്? മഅക്ക് ശേഷം വരുന്നത് എന്തായിരിക്കും? എന്താണ്? ഇലാഫത്താണ്. അപ്പൊ അതിന്റെ ശേഷം എന്തായിരിക്കും? കസർ ആയിരിക്കും. പിന്നെ പറഞ്ഞാൽ ഒപ്പം എന്നാണ്. അപ്പൊ അത് ഒരു കൂടെ വരുമ്പോ ഇവിടെ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഖറജ ഹാമിദുൻ ഹാമിദ് പുറപ്പെട്ടു. ഹാലിദിൻ ഹാലിദിനോടൊപ്പം. അപ്പൊ അവിടെ എന്തായി? ഒരു ഇലാഫത്ത് വന്ന് ഹാലിദിനോടൊപ്പം. ഹാലിദിന്റെ കൂടെ. ഓക്കെ. അപ്പൊ അവിടെ ഇലാഫത്ത് നടക്കും. അപ്പൊ മാക്ക് ശേഷം വരുന്ന എന്ത് വേണം? കസർ വേണം. അപ്പൊ അവിടെ അല്ലില്ലെങ്കിൽ അല്ലില്ലെങ്കില് തെൻവീന് പറ്റൂ. അല്ലുണ്ടെങ്കില് തെൻവീന് പറ്റൂല. അല്ലില്ലെങ്കിൽ എന്ത് വേണം? തെൻവീനും വേണം. അപ്പൊ ഇവിടെ ഖാലിദിന് എന്തില്ല? അല്ലില്ല. അതിനോണ്ട് ഇവിടെ തെൻവീൻ ഇട്ടു. അടുത്തത് 2 വായിച്ചോളി. ദഹബത്ത് തൊബീബു ഡോക്ടർ പോയി. മഹൽ മുഹന്ദിസി എഞ്ചിനീയറിന്റെ കൂടെ. ജലസൽ മുദരിസു മഅൽ മുദീരി. ജലസൽ മുദീരി ജലസ ഇരുന്നു. ജലസ അവനിരുന്നു. അൽ മുദരിസ് അധ്യാപകനിരുന്നു. മഅൽ മുദീരി ആരോടൊപ്പം ഇരുന്നത്? ആരോടൊപ്പം ഇരുന്നത്? മഅൽ മുദീരി ഹെഡ്മാസ്റ്ററിന്റെ കൂടെ. അടുത്തത് 4 അലിയെ നിന്നോടൊപ്പം ആരാണുള്ളത്? നിന്നോടൊപ്പം നിന്റെ കൂടെ. അപ്പൊ ഇവിടെ എന്താണ്? ഇലാഫത്താണ്. നിന്റെ കൂടെ. എന്റെ കൂടെ ആരാണുള്ളത്? കൂടെ ആരാണുള്ളത്? ജമീലി കൂട്ടുകാരല്ല. ക്ലാസ്മേറ്റ് കൊളീഗ് ക്ലാസ്മേറ്റ് സഹപ്രവർത്തകൻ. ആമിനത്തു ആമിന അവളുടെ കൂടെ ഉണ്ടാര് സൗജുഹ അവളുടെ ഭർത്താവ്. അടുത്ത 6 ഖറജ അബി എന്റെ ഉപ്പ പുറപ്പെട്ടു. മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്. അപ്പൊ എന്താണ്? മൻ ഹറജ മഅഹു ആരാണ് അവനോടൊപ്പം പുറപ്പെട്ടത്? അപ്പൊ ആരാ പുറപ്പെട്ടത്? ഹറജ മഅഹു
അമ്മി പറഞ്ഞാൽ എന്താണ്? അമ്മിയൂനല്ല, അമ്മി. അമ്മി അമ്മി എന്റെ അമ്മി പറഞ്ഞാൽ എന്താ? എന്റെ അമ്മാവൻ. അപ്പൊ എന്റെ അമ്മി ഞാൻ അമ്മാവൻ അപ്പൊ അമ്മാവൻ ഏത് സൈഡിൽ? ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നു. ഏത് സൈഡിലുള്ള അമ്മാവനാണ്? ഫാദറിന്റെ അതായത് അമ്മാവൻ, മാമനൊക്കെ പറയൂല. ഫാദറിന്റെ സൈഡിലുള്ള അതിനാണ് പറയുന്നത് അമ്മ. അത് ഇനി അമ്മായി പറയണെങ്കിൽ അമ്മത്ത്. അപ്പൊ ഇവിടെ അമ്മി പറഞ്ഞാൽ എന്റെ അമ്മാവന്റോടൊപ്പമാണ് അവൻ പുറപ്പെട്ടത്. ഇനി അടുത്തത് ഇവിടെ ഇക്ര, വായിക്കുക. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ബൈത്തുൻ, ബൈത്തുക അവന്റെ വീട്, അല്ല നിന്റെ വീട്. ബൈത്തുഹു അവന്റെ വീട്, ബൈത്തുഹ അവളുടെ വീട്, ബൈത്തി എന്റെ വീട്. അപ്പൊ ഈ വേർഡിൽ ബൈത്തുന് വന്നപ്പോ എന്താ ചെയ്തില്ല? ഈ വേർഡിന് ഒന്നും സംഭവിച്ചില്ല. ഇതിന്റെ കൂടെ ഒരു പൊസസീവ് പ്രോനൗൺ ചേർന്നത് മാത്രമേ ഉള്ളൂ. അതിൽ വേറൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇവിടെ അബുന് വന്നപ്പോ എന്ത് ചെയ്ത്? അതിന്റെ കൂടെ പൊസസീവ് പ്രോനൗൺ വന്നപ്പോ എന്ത് ചെയ്ത്? എക്സ്ട്രാ വാവ് വന്ന്. അബൂക്ക നിന്റെ ഉപ്പ, അബൂഹു അവന്റെ ഉപ്പ, അബൂഹ അവളുടെ ഉപ്പ, അബി എന്റെ എന്റെ ഉപ്പ. അത് അഹുൻ സഹോദരൻ. സഹോദരൻ. അവളുടെ അഹി എന്റെ സഹോദരൻ. ഇത് നിങ്ങൾ ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ അർത്ഥം പറഞ്ഞിട്ട് തന്നെ പഠിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇത് തന്നെ എങ്ങനെ? അഹൂക്ക നിന്റെ സഹോദരി. നിന്റെ സഹോദരൻ പറഞ്ഞാൽ ഇത് ആരോടാ പറയുന്നത്? ഒരു ആണിനോടാ പറയുന്നത്. അപ്പൊ ഒരു ആണും പെണ്ണും മാറിപ്പോവരുത്. ആണിനോട് പറയുന്നത് മാറിപ്പോവരുത്. അതുകൊണ്ടാണ് അഹൂക്ക നിന്റെ സഹോദരൻ പറഞ്ഞത് ആണിനോടാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അടുത്തത് അബി അത് വായിച്ചോളി. അടിയിലുള്ളത് അബി വ ഉമ്മി ഫിൽ ബൈത്ത്. ഉമ്മയും ഉപ്പയും ഉണ്ട്. വീട്ടിൽ അമ്മി പഠിച്ചിട്ടില്ലല്ലോ. ഉമ്മിയാണ് അയിന. ഇവിടെ ഉമ്മി. എന്റെ ഉപ്പയും ഉമ്മയും എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. അയിന അബൂക്ക യാ ഇനി ഹാമിദ്. 2. അയിന അബൂക്ക യാ ഹാമിദ്. ഞാൻ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഇത് വെളിവാക്ക. യാ ഹാമിദു. അപ്പൊ അർത്ഥം അറിയില്ലേ? ഹാമിദ് നിന്റെ ഉപ്പ എവിടെ? എവിടെയാണ്? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? അയിന അബൂക്ക നിന്റെ ഉപ്പ എവിടെയാണ്? യാ ഹാമിദ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഹാമിദിനെ പറഞ്ഞിരിക്കുന്നത്. ഹാമിദിനോടാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ഇനി ആൻസർ പറയുമ്പോ ദഹബ അവിടെ പറയണോ? അയിന അബൂക്ക ദഹബ അബീന്ന് പറയണോ? ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? അപ്പൊ ഈ ദഹബ എന്നുള്ള ക്രിയയിൽ എന്താ ഒളിഞ്ഞിരിക്കുന്നുണ്ട്? ഒരു ഹുവ എന്നുള്ളൊരു മീറ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പറയുമ്പോ നിങ്ങള് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ദഹബ എന്നുള്ളതിന്റെ ഉള്ളിൽ ഒരു ഹുവ എന്നുള്ള ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്താ? അതിന്റെ കർത്താവ് അല്ല കർത്താവ് എന്നല്ലേ പറയാ? കർത്താവ്. ദഹബ എന്നുള്ളത് എന്താണ്? ക്രിയ. അതിന്റെ കർത്താവാണ് എന്ത്? അതിന്റെ ഉള്ളിലിരിക്കുന്ന ഹുവ എന്ന ലൊമീർ. ഹുവ അല്ല, ഹുവ അത് പൊസസീവ് പ്രോനൗൺ ആണ്. ഇവിടെ ലൊമീർ ആണ്. ലൊമീർ ഒരു സർവനാമം. ഹുവ എന്നൊരു ലൊമീർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ എന്താ അർത്ഥം? ദഹബ അവൻ പോയി. അപ്പൊ അവൻ പോയി എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാമിദിന്റെ ഉപ്പനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതില് അങ്ങാടിയിലേക്ക്. ഇനി അടുത്തത് 3. അഹൂക്ക തൊബീബുൻ സഹോദരൻ ഡോക്ടറാണോ? അപ്പൊ എന്താ ആൻസർ? അധ്യാപകൻ. അല്ല, ഹുവ മുദരിസുൻ അവനൊരു അധ്യാപകനാണ്. അവനൊരു അധ്യാപകനാണ്. അപ്പൊ ഇവിടെ അഹീന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഹൗക്ക. അപ്പൊ ഇവിടെ അഹീ മുദരിസുൻ പറയേണ്ട ആവശ്യമുണ്ടോ? പറയുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത്. തെറ്റില്ല. അതിന് പകരം ഇവിടെ ഹുവ എന്ന ലൊമീർ ഉപയോഗിച്ചാലും മതി. അപ്പൊ 4 زينب في الرياض
ഫിൽ റിയാലി ആര് പറയാ? ഫിൽ റിയാലി ആര് പറഞ്ഞ? പറഞ്ഞില്ല. ഫിറിയാലി. ഫിറിയാലി. ഫിൽ റിയാലി. അഹൂഹ ഫിൽ ഫിൽ طائف. ഫിൽ അബൂഹ മദീന ഫിൽ ത്വായിഫി. അബൂഹ ഫിൽ മദീനത്ത്. അവളുടെ മദീനത്തിൽ ആ, മുനവ്വറ. അബൂഹ ഫിൽ ത്വായിഫി ബ്രദർ പറഞ്ഞാൽ അവളുടെ സഹോദരൻ സഹോദരൻ എവിടെയാണ്? ത്വായിഫിലാണ്. طائഫിലാണ്. പിന്നെ അവളുടെ ഉപ്പ മദീന മുനവ്വറ. അവളുടെ അബൂഹ ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. മുനവ്വറത്തി. അബൂഹ ഫിൽ മദീനത്തിൽ മുനവ്വറത്തി. അവളുടെ ഉപ്പ എവിടെയാണ്? മദീന മുനവ്വറിലാണ്. അപ്പൊ ഇവിടെ മുനവ്വറക്ക് എന്തിനാ കസർ വന്നത്? ഫിൽ മദീനത്തിൽ മുനവ്വറത്തി എന്നല്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തിനാ മദീനത്തിന്റെ എന്താണ്? വിശേഷനാണ്. അപ്പൊ അത് നിങ്ങൾ സിഫത്ത് അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയാനാണ്. കാരണം എന്താണ്? ഈ കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ 4 കാര്യത്തിൽ എന്ത് ചെയ്ത് യോജിച്ച് വന്നിക്കണം. യോജിച്ച് അപ്പൊ എന്ത് ചെയ്യണം? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയണം, ചോദിക്കണം. അപ്പൊ ഇനി 5. ഹാദ ത്വാലിബു ത്വാലിബു അബൂഹു സീറുൻ വസീറുൻ വാഹൂഹ താജിറുൻ കബീറുൻ. അപ്പൊ അർത്ഥം ഹാദ ത്വാലിബു ഈ വിദ്യാർത്ഥി, അബൂഹു വസീറുൻ മിനിസ്റ്ററിന്റെ അവന്റെ ഉപ്പ, അബൂഹു അവന്റെ ഉപ്പ വസീറുൻ മിനിസ്റ്റർ ആണ്, മന്ത്രിയാണ്. വാഹുഹു അവന്റെ ഉപ്പ എന്താണ്? അല്ല അവന്റെ സഹോദരൻ താജിറുൻ കബീറുൻ വലിയ കച്ചവടക്കാരനാണ്. വലിയ കച്ചവടക്കാരൻ. അപ്പൊ അവന്റെ ഉപ്പ എന്താണ്? മന്ത്രിയാണ്. അവന്റെ സഹോദരൻ ആരാ? വലിയ കച്ചവടക്കാരനാണ്. അടുത്ത 6. ذهب أخي إلى المدرسة وذهب ഇലൽ റഹബ അഹി എന്റെ സഹോദരൻ പോയി, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്. വദഹബ അബി എന്റെ ഉപ്പ പോയി, ഇലൽ ജാമിയ യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പൊ ഇതില് ഈ ആക്ടിവിറ്റിയിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ. അതാണ് ഇത്രയും ടൈം എടുത്ത. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്താ ഓരോ പൊസസീവ് പ്രോനോണും മാറാതെ അങ്ങനെ പഠിക്കുക. ഓരോ നാമത്തിന്റെ കൂടെ പൊസസീവ് പ്രോനോണും ചേർത്തിട്ട് അർത്ഥത്തോടെ തന്നെ പഠിക്കാം. എന്നാൽ നിങ്ങൾക്ക് പിന്നുള്ളത് വരുമ്പോ അത് കൺഫ്യൂഷൻ ആവാതെ മനസ്സിലാവുള്ളൂ. അടുത്തത് ഇക്രാഇൽ അസ്മാഅൽ ആതിയത്ത താഴെയുള്ള നാമങ്ങൾ വായിക്കുക. വൽബിത് അവാഹിറഹ എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ അവസാനം എന്ത് ചെയ്യുക? സെക്കിൽ ഇടുക. അപ്പൊ ഇവിടെ എന്തുണ്ട്? മുഹമ്മദുൻ, ഖാലിദുൻ, ഹാമിദുൻ, അബ്ബാസുൻ, മഹ്മൂദ് ഇതൊക്കെ എന്താണ്? മെയിൽ പ്രോപ്പർ നൗൺ ആണ് അല്ലേ? അതിനൊക്കെ അവസാനം എന്തുണ്ട്? തെൻവീൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഹംസത്തു, തൽഹത്തു, ഉസാമത്തു, മുആവിയത്തു, ഇക്രിമത്തു ഇതൊക്കെ ഇതും എന്താണ്? മെയിൽ പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ എന്തില്ല? തെൻവീൻ ഇല്ല. കാരണം എന്താണ്? ഇതിന്റെ അവസാനം ഈ താമർബൂത്ത വന്നത് കൊണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? പുരുഷന്മാരെ നാമത്തിന്റെ കൂടെ എന്തുണ്ടാവും? ഈ താ ഉണ്ടാവും. അപ്പൊ ആ തായിന് അങ്ങനെ വരുന്ന നാമത്തിന് എന്തുണ്ടാവില്ല? അപ്പൊ നിങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. എന്ത്? അവസാനം ഈ റൗണ്ട് താ വരുന്ന നാമത്തിന് എന്തുണ്ടാവില്ല? അത് സ്ത്രീലിംഗം ആയിക്കോട്ടെ, മെയിൽ പ്രോപ്പർ നൗൺ ആയിക്കോട്ടെ, ഫീമെയിൽ പ്രോപ്പർ നൗൺ ആയിക്കോട്ടെ, ഈ അവസാനം ഈ റൗണ്ട് താ വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. ഓക്കെ അല്ല? എന്നാ ഇത് വായിച്ചോളി. ഈ ഖാലിദുൻ ഹംസത്തു അമ്മാറുൻ മുആവിയത്തു ഹാമിദുൻ ഇക്രിമത്തു അബ്ബാസുൻ മുഹമ്മദുൻ തൽഹത്തു. ആ രീതിയിൽ കിട്ടാത്തുണ്ടോ? ജമീല് പറഞ്ഞാൽ എന്താണ്? കൊളീഗ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്. അസൗജ് ഇണ ഹസ്ബൻഡ്. ഒന്ന് ഫത്തൻ യുവാവ് യുവാവ് യങ് മാൻ. കൂടെ കുട്ടി ചൈൽഡ്. കുവൈത്ത്. ഇനി ഇതിൽ എക്സസൈസിൽ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഓരോ ഇതിന്റെ കൂടെ നാമത്തിന്റെ കൂടെ ഓരോ പൊസസീവ് പ്രോനൗൺ ചേർത്തിട്ട് തന്നെ കിതാബുഹു, കിതാബുക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബി അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കും കേട്ടോ. നിങ്ങൾ എല്ലാവരും അണ്ടർസ്റ്റാൻഡ് കൂടാനില്ലേ? ഉണ്ട്. ഞാനുണ്ട്. ആ അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ ചേരാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമാവും പഠിക്കാൻ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്നാ ക്ലാസ് നിർത്തല്ലേ? ജസാക്കല്ലാഹു ഖൈർ. سبحانك اللهم وبحمدك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا تقبل الله منا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. آمين. الحمد لله.